ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd യൂണിറ്റിലുള്ള ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടിഫിൻ കാരിയേഴ്സിൻ്റെ തുടക്കം എവിടെ നിന്നാണ് എന്നുള്ളത് വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ഓൾഡ് പാസി ലേഡി അവരുടെ ഹസ്ബൻഡിന് ഫുഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരാളോട്, അതായത് അദ്ദേഹത്തിൻ്റെ പേര് മഹ്ദു ഇവാജി ബച്ച, അദ്ദേഹത്തോട് ചോദിക്കുകയാണ് തൻ്റെ ഹസ്ബൻഡിന് ഈ ഫുഡ് ഒന്ന് എത്തിച്ചു കൊടുക്കുമോ എന്നുള്ളത്. അങ്ങനെ വളരെ ഹംബിളായിട്ട് തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ് ഈ ഒരു ഡബ്ബാവാലാസിൻ്റെത്. അങ്ങനെ പിന്നീട് അത് വലിയൊരു ഹ്യൂജ് നെറ്റ്വർക്കായിട്ട് മാറുന്നതാണ്. സോ അത്രയാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ പേജ് നമ്പർ 79 നോക്കാം. ഓൺ എ ഹ്യൂമിഡ് ഡേ ഇൻ മാർച്ച് ടു ദ ക്രാഷ് ഓഫ് ദി carrier laden crates called trays being deposited on the pavement. അപ്പോൾ എന്താണ് ഓൺ എ ഹ്യൂമിഡ് ഡേ ഇൻ മാർച്ചിലെ ഒരു ചൂടുള്ള ദിവസം, ഹ്യൂമിഡ് ഡേ കുറച്ച് ഈർപ്പം നിലനിൽക്കുന്ന അതായത് ചൂടുള്ള ഒരു ദിവസം, ടു ദ ക്രാഷ് ഓഫ് ദി കരിയർ ലാഡൻ ക്രേറ്റ്സ് കോൾഡ് ട്രേസ്. അപ്പോൾ ഈ കരിയർ ലാഡൻ ക്രേറ്റ്സ്, അതായത് ആ ഒരു ടിഫിൻ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ തട്ടലും മുട്ടലിൻ്റെയൊക്കെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ ഒരു എന്താണ് കരിയർ ലാഡൻ ക്രേറ്റ്സിന് നമ്മൾ പറയുന്നത് ട്രേസ് എന്നാണ് കേട്ടോ. ബീങ് ഡെപ്പോസിറ്റഡ് ഓൺ ദ പേയ്മെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നടപ്പാത അല്ലേ. അപ്പോൾ ആ നടപ്പാതയിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവർക്ക് ഓഫീസിലേക്കും വീട്ടിലേക്കും അങ്ങനെയൊക്കെ കൊണ്ടുപോകാനുള്ള ഫുഡ് ഇവർ നിർത്തി വെക്കുന്നത് എവിടെയാണ്, പേയ്മെൻറ്റിലാണ്, നടപ്പാതയിലാണ്. ദ ക്ലാങ് ഓഫ് ടിഫിൻ കാരിയേഴ്സ് ബീങ് സോർട്ടഡ് ഔട്ട് ഓഫീസ് വൈസ്. അപ്പോൾ ഈ ടിഫിൻ കാരിയേഴ്സ് അവർക്ക് ഓരോ ഓഫീസിലേക്കും കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സസ് അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തരംതിരിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട്. അത് എവിടെയാണ്, ഈ ഒരു പാവ്മെൻറ്റിൽ, നടപ്പാതയിലാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലാങ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ശബ്ദം, അവരത് ഇങ്ങനെ എന്താണ് തരംതിരിച്ച് വെക്കുന്നതിൻ്റെ ആ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ആൻഡ് ദ അനൗൺസ്മെൻറ്റ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ, അത് മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള അനൗൺസ്മെൻറ്റും ഇവർ കേൾക്കുന്നുണ്ട്. വി സ്പോക്ക് ടു ദ പ്രസിഡൻറ്റ് ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ മുംബൈ ടിഫിൻ ബോക്സ് സപ്ലയേഴ്സ് അസോസിയേഷൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രസിഡൻറ്റിനോട് സംസാരിക്കുന്നുണ്ട്, ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ മുംബൈ ടിഫിൻ ബോക്സ് സപ്ലയേഴ്സ് അസോസിയേഷൻ. അപ്പോൾ മുംബൈ ടിഫിൻ ബോക്സ് സപ്ലൈസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട്. അതിൽ മെമ്പേഴ്സിനോടും പ്രസിഡൻറ്റിനോടും എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരെന്തൊക്കെയാണ് ചോദിച്ചത് നമുക്ക് നോക്കാം. ഹൗ മെനി ഡബ്ബാവാലാസ് ആർ ദർ ടുഡേ. അപ്പോൾ ഇപ്പോൾ എത്ര ഡബ്ബാവാലാസ് ആണ് മൊത്തത്തിൽ ഉള്ളത് എന്നാണ് ആദ്യം ചോദിക്കുന്നത്. 3500 പ്ലൈയിങ് ദ വെസ്റ്റേൺ റെയിൽവേ. വെസ്റ്റേൺ റെയിൽവേയിൽ 3500 പേര് ഡബ്ബാവാലാസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലൈയിങ് മീൻസ് എന്താണ്, ഉത്സാഹിച്ച് പ്രവർത്തിക്കുക എന്നാണ് കേട്ടോ മീനിങ്. 1500 ഓൺ ദ സെൻട്രൽ റെയിൽവേ. അപ്പോൾ സെൻട്രൽ റെയിൽവേയിൽ 1500 പേരാണ് ഡബ്ബാവാലാസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ദിസ് സ്റ്റേഷൻ ചേർച്ച് ഗേറ്റ്. അപ്പോൾ ഈ സ്റ്റേഷൻ, അവർ നിൽക്കുന്ന ആ ഒരു സ്റ്റേഷൻ, അതെന്താണ് അതിൻ്റെ പേര്, ചേർച്ച് ഗേറ്റ്, ഈസ് ഓൺ ദ വെസ്റ്റേൺ റെയിൽവേ. അത് വെസ്റ്റേൺ റെയിൽവേയിൽ പെടുന്നതാണ്. വി ഹാവ് 2 lakh കസ്റ്റമേഴ്സ് ആൻഡ് ദേ ആർ ഗ്രോയിങ്. അവർക്ക് എന്താണ് 2 ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ട്, ആൻഡ് ദേ ആർ ഗ്രോയിങ്, എന്താണ് ഇപ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. റിയലി ഇൻസ്പൈറ്റ് ഓഫ് ഫാസ്റ്റ് ഫുഡ് ഈറ്ററീസ്. അപ്പോൾ റിയലി ശരിക്കും ഈ ഒരു ഇൻസ്പൈറ്റ് ഓഫ് ഫാസ്റ്റ് ഫുഡ് ഈറ്ററീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഈറ്ററീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭക്ഷണശാലകൾ അല്ലേ. അപ്പോൾ ഈ എന്താണ് ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുന്ന സ്ഥലം ഉണ്ടായിട്ട് കൂടി ഇങ്ങനെയുള്ള ഡബ്ബാവാലാസിൻ്റെ അടുത്തുനിന്ന് ഫുഡ് വാങ്ങിക്കുന്നവരുണ്ടോ എന്നൊരു ആശ്ചര്യത്തോടു കൂടി ചോദിക്കുകയാണ്. യു കാൺട്ട് ലീവ് ഓൺ ഫാസ്റ്റ് ഫുഡ്. അപ്പോൾ ഒരു പുച്ഛത്തോടു കൂടി പറയുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ജീവിക്കാൻ കഴിയില്ല. എപ്പോഴും നമുക്ക് ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല അല്ലേ. നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹോംലി ഫുഡ് തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം അല്ലേ. വാട്ട് ടൈം ഡു യു പിക്കപ്പ് ദ ഫുഡ്. ഏത് സമയത്താണ് നിങ്ങൾ ഫുഡ് പിക്കപ്പ് ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. ദ ഏർലിയസ്റ്റ് ഈസ് അറ്റ് 8 in the morning. അപ്പോൾ ഏറ്റവും ആദ്യം പിക്കപ്പ് ചെയ്യുന്നത് എത്ര മണിക്കാണ്, മോർണിംഗിൽ, രാവിലെ 8 മണിക്കാണ്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് റെഡി വി ലീവ്. അത് അപ്പോൾ 8 മണിയാകുമ്പോഴത്തേക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ലീവ് ചെയ്യും, ഞങ്ങൾ അങ്ങ് പോകും എന്ന് പറയാണ്. ബട്ട് വി ഗീവ് ദാറ്റ് കസ്റ്റമർ 1 more chance. പക്ഷേ ആ ഒരു കസ്റ്റമറിന് ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു ചാൻസും കൂടെ കൊടുക്കും എന്നാണ് പറയുന്നത്.
The next time it is delayed, we remove them from our list. അപ്പം നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം അവർ ഡിലേ ചെയ്യാണ്, വൈകിക്കുകയാണെങ്കിൽ അപ്പോൾ അവരെന്ത് ചെയ്യും? വി റിമൂവ് ദം ഫ്രം അവർ ലിസ്റ്റ്. അവരുടെ ലിസ്റ്റിൽ നിന്ന് തന്നെ ഇവരെന്ത് ചെയ്യും? റിമൂവ് ചെയ്യും, ഒഴിവാക്കും. അതായത് ഡിലേ ചെയ്യുന്ന ആളുകളെ. വി ഡെലിവർ ടു ദ ഓഫീസ് ബൈ 1 PM ഷാർപ്പ്. അപ്പോൾ അവർ ഈ ഒരു ഫുഡ് ഡെലിവർ ചെയ്യും ഈ ഓഫീസുകളിലേക്ക് എപ്പോൾ? ഷാർപ്പ് 1 PM എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് ഉച്ചയ്ക്ക് 1 മണിക്ക് ഓർ ഏർലിയർ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? മുൻപേ ഡെലിവർ ചെയ്യും. വി കളക്ട് ബൈ 2 PM. പിന്നെ അവർ 2 മണിക്ക് കളക്ട് ചെയ്യും. ഇഫ് ലേറ്റ് വി ലീവ്. ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ ലീവ് ചെയ്യും, പോകും. എഗെയിൻ ഓൺലി 1 മോർ ചാൻസ്. വീണ്ടും ഒരു ചാൻസ് കൂടെ കൊടുക്കുള്ളൂ. വി ഡെലിവർ empty ടിഫിൻ ബോക്സസ് ടു കസ്റ്റമേഴ്സ് ബൈ 5:30 in the evening latest. അപ്പോൾ ഇവർ എന്ത് ചെയ്യും? പിന്നെ ഈ empty ടിഫിൻ ബോക്സസ്, കാലിയായിട്ടുള്ള ടിഫിൻ ബോക്സസ് ഡെലിവർ ചെയ്യും ഈ കസ്റ്റമേഴ്സിനെ. എപ്പോൾ? 5:30 ആവുമ്പോൾ, വൈകുന്നേരം 5:30ക്ക് എത്രയും വേഗം തന്നെ ഇവരെന്ത് ചെയ്യും? ഡെലിവർ ചെയ്യും. വി ചാർജ് അബൌട്ട് ₹500 per customer every month. എല്ലാ മാസവും ഓരോ കസ്റ്റമറിനും ഇവർ ചാർജ് ചെയ്യുന്നത് 500 രൂപയാണ്. Another member chimed in. അപ്പോൾ വേറൊരു മെമ്പറും കൂടെ ജോയിൻ ചെയ്തു. I collect tiffin carriers from 20 flats in അന്തേരി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ കളക്ട് ചെയ്യും, പിന്നെ 20 ഫ്ലാറ്റിൽ നിന്നും ടിഫിൻ കളക്ട് ചെയ്യും എന്ന് പറയുകയാണ്. അത് എവിടെയാണ്? ഇൻ അന്തേരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് സോ ഫാർ അവേ. അത് ഒരുപാട് ദൂരെയാണ് എന്നാണ് പറയുന്നത്. ഹൗ മെനി ഫിറ്റ് ഇൻ ടു ട്രേ. ഒരു ട്രേയിൽ, ടിഫിൻ വെക്കുന്ന ആ ഒരു ട്രേ ഉണ്ടല്ലോ, അതിൽ എത്ര എണ്ണം കൊള്ളും എന്നാണ് ചോദിക്കുന്നത്. 40 to 45, 40 മുതൽ 45 വരെ. എ ലാർഡൻ ട്രേ വെയ്സ് 85 to 100 kilos. അപ്പോൾ ആ ഒരു തൂക്കിയിട്ടിരിക്കുന്ന ആ ഒരു ട്രേ ഉണ്ടല്ലോ ടിഫിൻ വെക്കുന്ന, അതിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 85 മുതൽ 100 കിലോ വരെയാണെന്നാണ് പറയുന്നത്. ആൻഡ് ദർ ആർ 5 ചേഞ്ചിങ് പോയിന്റ്സ് വെർ വി ഓഫ്ലോഡ് ദ ട്രേസ് ഫ്രം ദ ട്രെയിൻ. അപ്പം ഇവർക്ക് 5 ചേഞ്ചിങ് പോയിന്റ്സ് ആണ് വരുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു ടിഫിൻ ബോക്സസ് ഒക്കെ എന്ത് ചെയ്യുക? ഓഫ്ലോഡ് ചെയ്തിട്ട്, അതായത് ഇറക്കി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തരംതിരിച്ച് വെക്കുക. ചേഞ്ച് ദം ഇൻ ടു അതർ ട്രേസ്. അത് എന്ത് ചെയ്യും? വേറെ ട്രേസിലേക്കൊക്കെ ചേഞ്ച് ചെയ്ത് വെക്കുകയും ചെയ്യും. ആൻഡ് ദെൻ ചേഞ്ച് ദം അഗെയിൻ. പിന്നീട് വീണ്ടും എന്ത് ചെയ്യും? അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യും. ഇറ്റ് ഹാസ് ഓൾ ടു ബി ഡൺ വെരി ഫാസ്റ്റ്. ഇത് എന്താണ്? വളരെ പെട്ടെന്ന് തന്നെ, വെരി ഫാസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സ്പീഡിൽ തന്നെ ഇവരത് ചെയ്യും. വെരി ആക്യുറേറ്റ്ലി, വളരെ ആക്യുറേറ്റ് ആയിട്ട്, അതായത് സൂക്ഷ്മമായിട്ട്, കൃത്യമായിട്ട് അവർ ചെയ്യും എന്നാണ് പറയുന്നത്. ഹൗ ഡു യു നോ വിച്ച് ടിഫിൻ കാരിയേഴ്സ് ഗോസ് ഇൻ ടു വിച്ച് ട്രേ? നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയുന്നത് ഒരു ടിഫിൻ കാരിയർ ഏത് ട്രേയിലാണ് വെക്കേണ്ടത്, ഏത് ട്രേയിലേക്കാണ് പോകേണ്ടത്, അത് എങ്ങനെയാണ് മനസ്സിലാവുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ 20 ഫ്ലാറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവരുടെയൊക്കെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് ഒരേ സ്ഥലത്തായിരിക്കില്ല, വേറെ വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇങ്ങനെ പിന്നെ കളക്ട് ചെയ്യുന്ന ടിഫിൻ ബോക്സസ് അവർ അതുകൊണ്ടാണ് ഓരോ സ്ഥലത്ത് വെച്ച് സോർട്ട് ചെയ്ത് ഇന്ന ഓഫീസിലേക്കാണെന്ന് മാറ്റിയിട്ട് ആ ഒരു 20 പിന്നെ ഫ്ലാറ്റിൽ നിന്നും വേറെ സ്ഥലത്തു നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന ടിഫിൻസ് ഇവരെന്ത് ചെയ്യും? ഒരു ഓഫീസിലേക്കുള്ളതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ ഡെലിവർ ചെയ്യും അല്ലേ? അപ്പോൾ ഇവരെന്താ പറയുന്നത് നോക്കാം. വി ഹാവ് ആൽഫ ന്യൂമറിക്കൽ മാർക്കിങ്സ് ഓൺ എവറി ടിഫിൻ കാരിയർ ഇൻഡിക്കേറ്റിംഗ് ദ ലൊക്കേഷൻ ഓഫ് ദ ഫ്ലാറ്റ്, ദ ചേഞ്ചിങ് പോയിന്റ്സ്, ദ ഡെലിവറി പോയിന്റ്സ്, ദ ഡബ്ബാവാലാസ് ഇൻവോൾവ്. അപ്പോൾ അവർ പറയുന്നത് അവർക്കൊരു ആൽഫ ന്യൂമറിക്കൽ മാർക്കിംഗ് ഉണ്ട് ഓൺ എവറി ടിഫിൻ കാരിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആൽഫ ന്യൂമറിക്കൽ കോഡാണ്, ആൽഫബറ്റ്സും അതുപോലെ നമ്പേഴ്സും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കോഡ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യും എന്തൊക്കെയാണ്? ലൊക്കേഷൻ ഓഫ് ദ ഫ്ലാറ്റിൻ്റെ ലൊക്കേഷൻ, അതുപോലെ തന്നെ ചേഞ്ചിങ് പോയിന്റ്സ്, ഡെലിവറി പോയിന്റ്സ്, പിന്നെ ഡബ്ബാവാലാസ്, ഏത് ഡബ്ബാവാലാസാണ് ഡെലിവർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഈ ഒരു ആൽഫ ന്യൂമറിക്കൽ കോഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹൂ വർക്ക്ഡ് ഔട്ട് ദ സിസ്റ്റം ഫോർ യു? നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സിസ്റ്റം ആരാണ് ചെയ്തു തന്നത് എന്ന് ചോദിക്കുകയാണ്. വി ഡിഡ്, ഞങ്ങൾ ചെയ്തു. ക്യാൻ യുവർ MBAs ഡു ഇറ്റ്? നിങ്ങൾക്ക് കുറേ MBAക്കാരുണ്ടല്ലോ, അവർക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. നെവർ, ഒരിക്കലില്ല. ഇൻഫാക്ട് ദേ ഹാവ് ഓഫൻ ആസ്ക്ഡ് us ടു എക്സ്പ്ലെയിൻ ഇറ്റ് ടു ദം. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? സത്യത്തിൽ ഒരുപക്ഷെ അവർ, അതായത് ഈ വലിയ വലിയ MBAക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഈ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്ന്. അതാണ് പറയുന്നത്. ഈവൻ പ്രിൻസ്
ചാൾസ് ഡിഡ്. അപ്പോൾ പ്രിൻസ് ആയിട്ടുള്ള ചാൾസ് വരെ ചോദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വി സെൻഡ് ഹിം ആ പ്രസൻറ്റ് ഫോർ ഹിസ് വെഡിങ്. അപ്പോൾ ഇവർ പിന്നെ പ്രിൻസിൻ്റെ വെഡ്ഡിങ്ങിന്, പ്രിൻസ് ചാൾസിൻ്റെ വെഡ്ഡിങ്ങിന് ഒരു ഗിഫ്റ്റ്, ഒരു പ്രസൻറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആൻഡ് വി ഹാവ് എ ലെറ്റർ ഫ്രം ഹിം ടു പ്രൂവ് ഇറ്റ്. അതുമാത്രമല്ല ഇവരുടെ കയ്യിൽ ഈ പിന്നെ പ്രിൻസ് തിരിച്ചയച്ചിട്ടുള്ള ഒരു ലെറ്ററും ഉണ്ട് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. അവർ സിസ്റ്റം ഈസ് ഫ്ലോലെസ്. ഇവരുടെ സിസ്റ്റം എന്താണ്? കുറ്റമറ്റതാണ്. അതായത് യാതൊരുവിധ ദോഷങ്ങളും ഇല്ലാത്ത നല്ല ഒരു സിസ്റ്റമാണ് എന്നാണ് പറയുന്നത്. ഹൗ ഓൾഡ് ഇസ് ദ ഓൾഡസ്റ്റ് ഡബാവാല? ഏറ്റവും പ്രായമുള്ള ആ ഒരു ഡബാവാലയ്ക്ക് എത്ര വയസ്സായി എന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ബിക്കാജി. അത് ബിക്കാജിയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ബിക്കാജി. ഹി ഈസ് 74 years old. അദ്ദേഹത്തിന് 74 വയസ്സായി. ആൻഡ് ഹി ഈസ് ബീൻ വർക്കിംഗ് ഫോർ 15 years. അപ്പം അദ്ദേഹം എന്താണ് 50 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ യങ്ങസ്റ്റ് ഈസ് 21. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്ക് 21 വയസ്സാണ്. വി വാച്ച്ഡ് fascinated as the trays arrived and were sorted out into hand-drawn carts, cycles, and even festooned like multiple garlands around the necks and shoulders of the delivery dabawalas. നമുക്ക് നോക്കാം. We watched, ഞങ്ങൾ കണ്ടു. ഫാസിനേറ്റഡ്, ഞങ്ങളുടെ മനം കവർന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അട്രാക്റ്റഡ് ആയി. ഈ എങ്ങനെയാണ് അട്രാക്റ്റഡ് ആയെന്ന് നോക്കാം. ആസ് ദ ട്രെയിൻസ് അറൈവ്ഡ്. അപ്പോൾ ഈ ട്രെയിനിൽ നിന്ന് എത്തുമല്ലോ. അങ്ങനെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ആൻഡ് വർ sorted out into hand drawn cards. അപ്പം ഇത് പിന്നീട് എന്ത് ചെയ്യാണ്? തരം തിരിച്ച് ഓരോരോ പിന്നെ എന്താണ് ഡെലിവറി ബോയ്സിലേക്ക്, അതായത് ഡബാവാലാസിലേക്ക് എത്തിക്കുകയാണ്. ആരിലേക്കൊക്കെയാണ് എത്തിക്കുന്നത്? ഇൻറ്റു ഹാൻഡ് ഡ്രോൺ കാർഡ്സ്, അതായത് കൈകൊണ്ട് വലിച്ചു കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള വാഹനങ്ങൾ. പിന്നെ സൈക്കിൾസിലേക്ക്. ആൻഡ് ഇവൻ ഫെസ്റ്റൂൺഡ് ലൈക്ക് മൾട്ടിപ്പിൾ ഗാർലൻഡ്സ്. അപ്പം ഗാർലൻഡ്സ് മീൻസ് മാല പോലെ കഴുത്തിലൂടെ അങ്ങനെ ഇടുന്ന തരത്തിൽ, അറൗണ്ട് ദ നെക്ക്, കഴുത്തിന് ചുറ്റുമായിട്ട് ഇടുന്ന തരത്തിൽ അങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ട്. ആൻഡ് ഷോൾഡേഴ്സിൽ എടുക്കുന്നവരുണ്ട്. ഓഫ് ഡെലിവറി ഡബാവാലാസ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? സോർട്ട് ഔട്ട് ചെയ്ത് ഓരോ ഡബാവാലാസിലും എത്തുന്നത്. We learned that all ഡബാവാലാസ് are put through rigorous training. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്താണ്, പിന്നെ ഈ ഡബാവാലാസിനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ കഠിനമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ they have to deal courteously with customers. അതായത് മര്യാദയോട് കൂടിയാണ് ഇവർ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത്. ആൻഡ് സോ cannot be uncouth or drunk. അത് മാത്രമല്ല മര്യാദയില്ലാത്തവരോ കുടിക്കുന്നവരോ ഒന്നും അല്ല. Moreover, if they forget to wear their distinguishing white caps, they are initially fined for the first offense and then removed from the association if it should happen again. അപ്പോൾ moreover, അത് മാത്രമല്ല, if they forget to wear their distinguishing white cap, അവരുടെ ആ ഒരു ഡ്രസ്സ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വൈറ്റ് കളറിലുള്ള ഡ്രസ്സാണ്, വൈറ്റ് ക്യാപ്പ്, തൊപ്പി ഉണ്ടാവും അല്ലേ, ആ ഒരു അവരെ തിരിച്ചറിയുന്ന, ഡിസ്റ്റിങ്ക്വിഷിങ് മീൻസ് അവരെ എന്താണ് ഒരു മൊത്തം കൂട്ടത്തിൽ നിന്ന്, ആ ഒരു ക്രൗഡിൽ നിന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണല്ലോ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരെ തിരിച്ചറിയുന്ന ആ ഒരു യൂണിഫോമിൻ്റെ കൂടെ ആ ഒരു ക്യാപ്പ്, ആ ഒരു വൈറ്റ് ക്യാപ്പ് അവർ പിന്നെ വെയർ ചെയ്യാൻ, അവർ ധരിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ they are initially fined for the first offense means കുറ്റം. അവരുടെ ആദ്യത്തെ ആ ഒരു തെറ്റിന്, ആ ഒരു കുറ്റത്തിന് അവർ എന്ത് ചെയ്യും? ആദ്യമായിട്ട് അവർ ഫൈൻ അടയ്ക്കേണ്ടി വരും. ആൻഡ് ദെൻ റിമൂവ്ഡ് ഫ്രം ദ അസോസിയേഷൻ ഇഫ് ഇറ്റ് ഷുഡ് ഹാപ്പൻ അഗെയിൻ. പിന്നീട് അത് ആവർത്തിക്കുകയാണെങ്കിൽ ആ ഒരു അസോസിയേഷനിൽ നിന്ന് അവരെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും, ഒഴിവാക്കും എന്നാണ് പറയുന്നത്. They run a very tightly controlled disciplined organization. അപ്പം അവർ പിന്നെ റൺ ചെയ്യുന്നത്, അവർ കൊണ്ട് നടക്കുന്നത് ഒരു ടൈറ്റ് ആയിട്ടുള്ള, കൺട്രോൾ ആയിട്ടുള്ള, ഒരു വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. വളരെ ചിട്ടയോടും പിന്നെ കൺട്രോളോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഓർഗനൈസേഷനാണ്. We left the ഡബാവാലാസ് to get on with their schedules. അപ്പം അവർ ഡബാവാലാസിനെ വിട്ടു. കാരണം ഈ ഡബാവാലാസിന് എന്താണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അവർ ഈ ഒരു ഡബാവാലാസിനെ വിട്ടു. ആൻഡ് വാക്ക്ഡ് അക്രോസ് ദ
across to the tea center for our own lunch. അപ്പം അവർക്ക് ഫുഡ് കഴിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, ടീ സെൻറ്ററിലേക്ക് പോയി. ഇൻ ദ ലോബി, ആ ഒരു കയറുന്നിടത്ത് തന്നെ, ലോബിയിൽ തന്നെ, നെക്സ്റ്റ് ടു ദ ലിഫ്റ്റിൻ്റെ അടുത്തായിട്ട്, വി നോട്ടീസ്ഡ് എ ഡബ്ബ അണ്ടർ എ ട്രസിൽ ടേബിൾ. അപ്പോൾ ഇവരൊരു പീഠത്തിൻ്റെ താഴെയായിട്ട് ഒരു ഡബ്ബ, ഒരു ലഞ്ച് ബോക്സ് നോട്ടീസ് ചെയ്തു, കണ്ടു. ദ ഗാർഡ് ടോൾഡ് അസ് ദാറ്റ് ഇറ്റ് ബിലോങ്ഡ് ടു സമ്മൺ ഇൻ ദ ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓൺ ആൻ അപ്പർ ഫ്ലോർ. അപ്പോൾ അവിടെയുള്ള ഗാർഡ്, ഒരു സെക്യൂരിറ്റി ഉണ്ടാവില്ല, അപ്പോൾ ആ സെക്യൂരിറ്റി ഞങ്ങളോട് പറഞ്ഞു, എന്താണ്, ഇറ്റ് ബിലോങ് ടു സമ്മൺ ഇൻ ദ ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ. അപ്പം ഈ ഒരു ഡബ്ബ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓൺ ആൻ അപ്പർ ഫ്ലോർ, അവരെവിടെയാണ്, അപ്പർ ഫ്ലോറിലാണ്. വി വെൻഡ് അപ്പ് ആൻഡ് മെറ്റ് E.L. പൗലോ, ഡയറക്ടർ ആൻഡ് സെക്രട്ടറി ഓഫ് ദ കൗൺസിൽ. അപ്പോൾ ഇവർ പോയിട്ട് ആരെ കണ്ടു, E.L. പൗലോനെ കണ്ടു. അദ്ദേഹം ആരാണ്, ഡയറക്ടർ ആൻഡ് സെക്രട്ടറി ഓഫ് ദ കൗൺസിലാണ്, കൗൺസിലിൻ്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഡയറക്ടറുമാണ്. ഹി ലിവ്ഡ് ഇൻ ദ സബർബ്സ്, അദ്ദേഹം ഒരു പ്രാന്തപ്രദേശത്താണ് ജീവിക്കുന്നത്. ഓൺ മിറ റോഡ്, എവിടെയാണ്, മിറ റോഡിൽ. ആൻഡ് ഹി ഹാഡ് ബീൻ ഡീലിംഗ് വിത്ത് ദ ഡബ്ബാവാലാസ് ഫോർ 10 years. അദ്ദേഹം 10 വർഷമായിട്ട് ഈ ഒരു ഡബ്ബാവാലാസുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, ഹി ടോൾഡ് ആസ്, അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ദാറ്റ് ദേ പിക്കപ്പ് ഹിസ് ടിഫിൻ കാരിയർ അറ്റ് 8 every morning. അപ്പം ഇദ്ദേഹത്തിനുള്ള ടിഫിൻ, ഫുഡ് ഇവർ 8 മണി, കറക്റ്റ് 8 മണിക്ക് രാവിലെ വന്ന് പിക്ക് ചെയ്ത് പോവും എന്ന് പറഞ്ഞു. In all these 10 years, he said, they have never missed. അപ്പം അദ്ദേഹം പറയുകയാണ്, ഈ ഒരു 10 വർഷത്തിൽ ഒരിക്കൽ പോലും they have never missed, ഒരിക്കൽ പോലും അവർ മിസ് ചെയ്തിട്ടില്ല. അതായത് അവർ വന്ന് ഈ ഫുഡ് പിക്കപ്പ് ചെയ്ത് പോവാതിരിക്കും, അദ്ദേഹത്തിന് ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടേ ഇല്ല. ഇറ്റ്സ് എ വണ്ടർഫുൾ സർവീസ്, ഇതൊരു വണ്ടർഫുൾ ആയിട്ടുള്ള, ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സർവീസാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. വെരി റിലയബിൾ മീൻസ് ട്രസ്റ്റബിൾ, അതായത് വിശ്വസനീയമായിട്ടുള്ള ഒരു സർവീസ് തന്നെയാണ് എന്ന് പറയാണ്. Such a comment from a senior executive who has to maintain international standards. അപ്പം ഇതൊരു എന്താണ്, സീനിയർ എക്സിക്യൂട്ടീവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കമൻ്റാണ്. ഹു ഹാസ് ടു മെയിൻറ്റെയിൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്, അദ്ദേഹം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ കൂടി ആയ സ്ഥിതിക്ക് അദ്ദേഹത്തിൽ നിന്ന് ഇത്തരത്തിലൊരു കമൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ, അല്ല അല്ലേ. ഈസ് ഇന്ത്യയുടെ ഗ്രേറ്റ് എൻഡോഴ്സ്മെൻറ്റ്. അപ്പം ഇത് അത്രയും വലിയ ഒരു അംഗീകാരം തന്നെയാണ് എന്നാണ് പറയുന്നത് ഈ ഒരു കമൻറ്റ്. This is particularly commendable when it is applied to a network as wide-ranging and as entirely grassroots generated as Mumbai's unique Dabbawalas. അപ്പോൾ this is particularly commendable, ഇത് നമ്മൾ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യേണ്ടതാണ്, പറയേണ്ട ഒരു കാര്യമാണ്. when it is applied to a network as wide-ranging. അപ്പോൾ ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് വലിയൊരു ഹ്യൂജ് നെറ്റ്വർക്കായിട്ട്, വൈഡ് റേഞ്ചിങ് നെറ്റ്വർക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു ഡബ്ബാവാലാസിനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ആൻഡ് ആസ് entirely grassroots generated as Mumbai's unique Dabbawalas. അപ്പം മുംബൈയുടെ ഈ ഒരു യുണീക്ക് ആയിട്ടുള്ള അതുല്യമായ ഡബ്ബാവാലാസ് ജനറേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്, എൻറ്റയർലി ഗ്രാസ് റൂട്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുഴുവനായും ഗ്രാസ് റൂട്ട്സ്, അതായത് സാധാരണക്കാരായ ഏറ്റവും താഴ്ന്ന രീതിയിൽ തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമാണ്. അല്ലാതെ എന്താണ്, ഒരുപാട് പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് പേര് കൂടി ആലോചിച്ചൊന്നും തുടങ്ങിയൊരു സംരംഭമല്ല. ഗ്രാസ് റൂട്ടിൽ നിന്ന്, അതായത് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളിൽ നിന്ന് ഉത്ഭവിച്ചു വന്നിട്ടുള്ള ഒരു സംരംഭമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇഫ് യു വാണ്ട് another endorsement as Prince King Charles. അതായത് ആൻഡ് ഇഫ് യു വാണ്ട് അനദർ എൻഡോഴ്സ്മെൻറ്റ്, നിങ്ങൾക്ക് വീണ്ടും ഒരു അംഗീകാരം വേണമെങ്കിൽ ആസ് പ്രിൻസ് അല്ലെങ്കിൽ കിങ് ചാൾസിനോട് അല്ലെങ്കിൽ പ്രിൻസ്, ഇപ്പം കിങ് ആയിട്ടുള്ള ചാൾസിനോട് ചോദിക്കുക എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.